real beauty in your heart. Boche Golden Diamonds. Buy now, pay later. കരുവാരകുണ്ടിൽ നടന്ന മിനിയേച്ചർ ലോകകപ്പ് ആവേശമായി. പ്രമുഖ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് കരുവാരകുണ്ട് ഡിവിഷനിലെ 8 ക്ലബ്ബുകളാണ് ട്രിയോ എന്ന പേരിൽ നടന്ന ടൂർണമെന്റ് കായിക മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് ഒരുക്കിയത്. ലോക ഫുട്ബോളിന്റെ ആവേശാരവങ്ങൾ കൂടുതൽ പ്രകടമാകുന്ന പ്രദേശമാണ് മലപ്പുറം. ജില്ലയുടെ കാൽപന്ത് കളി ആവേശത്തിനോടൊപ്പം ലോകകപ്പ് പ്രചാരണവും സമന്വയിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് കരുവാരക്കുണ്ട് ഡിവിഷൻ അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫാണ് ട്രിയോണ്ട 2026 എന്ന പേരിൽ മിനിയേച്ചർ ലോകകപ്പ് സംഘടിപ്പിച്ചത്. ഡിവിഷനിൽ ഉൾപ്പെടുന്ന കാളികാവ്, കരുവാരക്കുണ്ട്, തൊവ്വൂർ പഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 8 ക്ലബ്ബുകളാണ് ലോകകപ്പ് ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് കളത്തിലിറങ്ങിയത്. അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് എന്നീ ടീമുകൾക്കൊപ്പം ഇന്ത്യൻ ടീമും മിനിയേച്ചർ ലോകകപ്പിന്റെ ഭാഗമായി. കിഴക്കേതല ഒറാക്കിൾ ടർഫ് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഫുട്ബോൾ അത്ര ഒരു ലഹരി പോലെ ഒരു ആവേശമായി നമ്മുടെ മനസ്സിലുള്ള ആളുകളാണ്. സമീപ കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ലഹരിയുടെ മറ്റു പല മാരകമായ ലഹരിയെ സംബന്ധിക്കുന്ന ക്യാമ്പയിനാണ്. എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പ്, ഫിഫയുടെ ഈ വേൾഡ് കപ്പ് 2026 കേരളത്തിലെ കളിക്കളങ്ങൾ മുഴുവനായി ഒന്നുകൂടി സജീവമാവുകയാണ്. കേരളത്തിലെ കളിക്കളങ്ങളിലേക്ക് ചെറുപ്പക്കാർ മുഴുവൻ ബൂട്ടണിഞ്ഞുകൊണ്ട് വീണ്ടും രംഗത്തേക്ക് വരികയാണ്. വലിയ ആവേശത്തോടു കൂടി ഈ ഫുട്ബോളിനെ വരവേറ്റുകൊണ്ട് ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടു പോകുമ്പോൾ ഈ പ്രചരണത്തിലൂടെ ഒരു കാര്യം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. യഥാർത്ഥ ലഹരി എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ജീവിതം എടുക്കുന്ന ചെറുപ്പക്കാരന്റെ അവന്റെ കായിക ശേഷി തകർത്ത് കളയുന്ന, ഭൗതിക ശേഷി തകർത്ത് കളയുന്ന ലഹരി പദാർത്ഥങ്ങളല്ല. മറിച്ച് യഥാർത്ഥ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളും സ്പോർട്സും ജീവിതവുമാണ് എന്ന ഒരു വലിയ സന്ദേശം നൽകാൻ ഈ ഫുട്ബോൾ ക്യാമ്പയിനുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പരിപാടികളിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. നശിപ്പിക്കുന്ന ലഹരി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോ അവർക്കിടയിലേക്ക് ഇതിന്റെ സംഘാടകർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, മനുഷ്യനെ നശിപ്പിക്കുന്ന ലഹരിയല്ല നമുക്ക് ആവശ്യം, മനുഷ്യത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന ലഹരിയല്ല നമുക്ക് ആവശ്യം നമ്മുടെ മാനവികത ഉയർത്തുന്ന, നമ്മുടെ വ്യക്തിപ്രഭാവം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന, നമ്മുടെ മനുഷ്യത്വത്തെ ഉണർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തിത്വത്തെ പ്രോജ്വലിപ്പിക്കാൻ കഴിയുന്ന ലഹരിയാണ് മാനവിക സമൂഹത്തിന്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ആവശ്യം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടി ഈ ടൂർണമെന്റിലൂടെ നമ്മൾ നൽകുകയാണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിക മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KT അജ്മൽ, ഹാരിസ് മുദൂർ, ജോജി K അലക്സ്, MK മുഹമ്മദ് അലി, TA ജലീൽ, AP ഹസ്കർ, നിസാം ആബിദ് അലി, നിഷാജ് എടപ്പറ്റ, PK നാസർ, ജാഫർ പുൽവെട്ട, അഡ്വക്കേറ്റ് ബാദുഷ, ആദിൽ ജഹാൻ, അൻസാർ ചെറി, കുഞ്ഞുട്ടി ചിറക്കൽ, MP സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൂർണമെന്റിന്റെ ഫൈനലിൽ ഫ്രാൻസ് ടീമിനെ പ്രതിനിധീകരിച്ചെത്തിയ നോവൽറ്റി കിഴക്കേതല അർജന്റീനയെ പ്രതിനിധീകരിച്ചെത്തിയ ഹീറോസ് മാമ്പുഴയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായി. ജാഫർ പൂങ്ങോട്, KKM ഇക്ബാൽ, ജാബിർ കിഴക്കേത്തല, ഷാഹിദ് മാമ്പുഴ, മുജീബ്, ഫവാസ്, ആസിഫ്, നിസാർ തങ്ങൾ, OP സിദ്ദീഖ്, EP ആഷിഖ്, A ലബീബ്, മുഹമ്മദ് ഷാഫി, അമാനുള്ള അമ്പലക്കടവ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.